രാജൻ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കെ സുധാകരൻ്റെ വിഷയത്തിലേക്ക് തന്നെ നമുക്കൊന്ന് വരാം. കെ സുധാകരൻ മുൾമുനയിൽ ഹൈക്കമാൻഡിനെ നിർത്തുന്നത്, വി ഡി സതീശനെ, കെ സി വേണുഗോപാലിനെയൊക്കെ മുൾമുനയിൽ നിർത്തുന്നതിന് പിന്നിൽ മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട് എന്നുള്ള വിശകലനങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുൻപ് ശിവഗിരി മഠാധിപതി ഒരു പ്രസ്താവന ഇറക്കിയത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. കീ പോസ്റ്റുകളിലേക്ക് ഈഴവർക്ക് വലിയ പ്രാതിനിധ്യം വേണമെന്നായിരുന്നു മഠാധിപതിയുടെ ആഹ്വാനമുണ്ടായത്. അതിൻ്റെ തൊട്ടു പിറകെയാണ് കെ സുധാകരൻ്റെ ഭാഗത്തു നിന്ന് മത്സരിക്കണം എന്നുള്ള അതിശക്തമായ ആവശ്യം വരുന്നത്. ഇതിനെ പിന്താങ്ങിക്കൊണ്ടുള്ള നിലപാട് UDF കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരു സാമുദായിക സമ്മർദ്ദം കൂടി കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഉയർത്തിവിട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന വാദങ്ങളും വരുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? അങ്ങയുടെ നിരീക്ഷണത്തിൽ അങ്ങനെയൊന്നുണ്ടോ? നോക്കൂ നീലിമ, ഇതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് എല്ലാ സമവാക്യങ്ങളും എല്ലാ രീതിയിലും നോക്കിക്കൊണ്ട് ഉള്ള ഒരു രീതിയിലേക്കാണ് കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നതും ആ കോൺഗ്രസ് പാർട്ടി ജില്ലാ കമ്മിറ്റി ആയാലും KPCC ആയാലും ദേശീയ കമ്മിറ്റി ആയാലും AICC വരുന്ന ലിസ്റ്റാണ് ഇവിടെ പ്രാബല്യത്തിലാകുന്നത്. അതൊരു ചിട്ടയായ നടപടിക്രമമാണ്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ചിട്ടയായ നടപടിക്രമമാണ്. ആ നടപടിക്രമം പാലിച്ചുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പൊതുസമൂഹത്തിന് മുന്നിൽ, കേരള സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതാണ് ഈ പറയുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നതും ആ ചർച്ചകളുമായി ബന്ധപ്പെട്ട് നല്ല സ്ഥാനാർത്ഥികൾ ടീം UDFന്റെ, ടീം കോൺഗ്രസിന്റെ ഏറ്റവും മികച്ചരായ സ്ഥാനാർത്ഥികൾ ഇവിടെ മത്സരരംഗത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അതിലെ ആദ്യഘട്ടം ഇതിനോടകം പ്രഖ്യാപിച്ചു, രണ്ടാം ഘട്ടം ഇന്ന് തന്നെ വരും എന്നുള്ളതാണ് ഇതിന്റെ സത്യം. ഈ പറയുന്ന ഇതിനകത്ത് ഈ പുകഞ്ഞ മുന്നണികൾ എന്ന് പറയുമ്പോൾ തന്നെ പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത് പിന്നോ വളരെ വിശദമായി UDFനെ പറ്റി മറ്റു കക്ഷികളെ പറ്റിയൊക്കെ വളരെ ഇതായിട്ട് പറയുന്നു. ഇപ്പൊ നമ്മൾ ഈ വേറെ ചാനലുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ BJPയുടെ അവസ്ഥ എന്താണ്, NDAയുടെ അവസ്ഥ എന്താണ്? കാമരാജ് കോൺഗ്രസ് NDAയുടെ ഭാഗമായിട്ടുള്ള അവർ സ്വതന്ത്രമായി മത്സരിക്കാൻ പോവുക എന്നുള്ള റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആറന്മുളയിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് BJPക്കകത്ത് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്നില്ല. ചെങ്ങന്നൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ് BJP. അങ്ങനെ ഇതുവരെ ഒരു സീറ്റ് പോലും നേടാൻ കഴിയാത്ത, കേരളത്തിൽ ഒരു സീറ്റ് പോലും കഴിഞ്ഞ 10 വർഷമായി നേടാൻ കഴിയാത്ത BJPയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കാണുന്നില്ല, അല്ലെങ്കിൽ നീലിമ കാണുന്നില്ല എന്നുള്ളത് വളരെ വളരെ അതിശയത്തോടു കൂടിയാണ് നോക്കി കാണാൻ സാധിക്കുന്നത്. പിന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സതീഷ് വസന്ത് വളരെ വിശദമായി തന്നെ കോൺഗ്രസിനെയും UDFനെയും ഒക്കെ വിമർശിക്കുന്നുണ്ട്. പിന്നെ ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് 4 മണിയായപ്പോ പ്രഖ്യാപിച്ചു എന്നുള്ളത്. പ്രഖ്യാപിച്ചത് എന്താണ്? പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ എന്തായിരുന്നു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉള്ള ഒരു പരമ്പര തന്നെ കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. LDFുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, അതായത് മുന്നണി ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് പ്രമുഖരായ നേതാക്കന്മാരെല്ലാം സ്വതന്ത്രരായി മത്സരിക്കുന്ന വിസ്മയങ്ങൾ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ പല വിസ്മയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിസ്മയങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള സമയം പോലും ഇപ്പൊ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് മറ്റു പാർട്ടികൾക്കില്ല എന്നുള്ളതാണ്. അത്രയ്ക്ക് വലിയ വിസ്മയങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. TK ഗോവിന്ദനെ പോലെയുള്ള ഒരാൾ അവിടെ, ഗോവിന്ദൻ മാസ്റ്റർ മാറി ടീച്ചറായ അവസ്ഥയിലാണ് ഈ പറയുന്ന തളിപ്പറമ്പിലെ അവസ്ഥ. മാസ്റ്റർ മാറി ലീഗിന്റെ ഒരു വിസ്മയം CPMലേക്ക് പോകുകയാണ്. അതാണ് ഇതുവരെ കാണിക്കുന്നത്. രണ്ടത്താണിയുടെ കാര്യത്തിൽ, രണ്ടത്താണിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ലീഗിന്റെ നേതൃത്വം കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ലീഗിന്റെ നേതൃത്വം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, രണ്ടത്താണിയുമായി ബന്ധപ്പെട്ടുള്ള UDFന്റെ പ്രമുഖ രണ്ടാമത്തെ കക്ഷിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിനകത്തുണ്ടാകുന്ന ഈ അസ്വാരസ്യങ്ങൾ സ്വാഭാവികമായും UDF മുന്നണിയെ ബാധിക്കുമല്ലോ. അങ്ങനെ ഒരു ഇതുവരെയും രണ്ടത്താണിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിക്കുകയോ, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും മുന്നണിയിൽ പോവുകയോ മത്സരിക്കുകയോ മത്സരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു വാർത്തയും ഇതുവരെ ഇപ്പോൾ ഈ നിമിഷം വരെ പുറത്തു വന്നിട്ടില്ല. രണ്ടത്താണി മത്സരിക്കാനുള്ള സന്നദ്ധത രണ്ടത്താണി അറിയിച്ചിട്ടുണ്ട്. CPM നേതാക്കൾ സമീപിച്ച കാര്യം രണ്ടത്താണി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടത്താണിയെ പോലെ ഒരു നേതാവിനെ പിണക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത്. രണ്ടത്താണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരായ കേസുകളൊക്കെ വന്നപ്പോൾ, ഐസ്ക്രീം പാർലർ കേസ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കുഞ്ഞാലിക്കുട്ടിയെ പ്രതിരോധിക്കാൻ മുൻനിരയിൽ നിന്ന നേതാവാണ് ഈ അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്ന് പറയുന്നത്.
അതെ നീലിമ, ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഈ പോകുന്ന ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പോകുന്ന എല്ലാവരും ഈ പറയുന്ന മുന്നണികളുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ആളുകളാണ്, അല്ലാത്ത ആളുകളൊന്നുമല്ലല്ലോ പോകുന്നത്. നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇതുവരെ അങ്ങനെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നേരത്തെയും സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഈ പറയുന്ന AICC ഓഫീസുകളിൽ അവിടെ ചർച്ച നടക്കുമ്പോൾ ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് ഈ UDF-മായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിലേക്ക് സീറ്റ് നിർണയം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. പക്ഷെ അതിനകത്തുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്ത് വലിയ വലിയ കാര്യങ്ങളാക്കി പൊതുസമൂഹത്തിന് മുമ്പിൽ കാണിച്ചുകൊണ്ടൊന്നും ഈ രാജൻ കെ സുധാകരൻ എന്ന് പറയുന്ന ആൾ ചെറിയ ആളാണോ? സണ്ണി ജോസഫിനെ അടക്കം പേരാവൂരിൽ മുട്ടുകുത്തിക്കുമെന്ന് KS ബ്രിഗേഡ് പറയുന്നത് അത് ചെറിയ കാര്യമാണോ? KPCC പ്രസിഡന്റിനെ മുട്ടുകുത്തിക്കുമെന്ന് പറയുന്നത് അത് KS ബ്രിഗേഡിന്റെ പേരിൽ വന്നതല്ലേ രജിൻ? KS ബ്രിഗേഡ് അല്ല, കണ്ണൂർ DCC ഓഫീസിന് മുന്നിൽ സുധാകരന് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്നതും അദ്ദേഹത്തിന് വേണ്ടി അനുകൂലികൾ രംഗത്തിറങ്ങുന്നതും സണ്ണി ജോസഫിനെ നന്ദിയില്ലാത്തവൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതും ഈ കോൺഗ്രസിന് ചെറിയ കാര്യങ്ങളാണ് എന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? ഈ സുധാകരൻ എന്ന് പറയുന്ന ആൾ കോൺഗ്രസിന് അവിഭാജ്യകരമായ ഒരാളാണ്. അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്കാരായിട്ടുള്ള എല്ലാവരും അദ്ദേഹത്തെ അനുകൂലിക്കുന്നതാണ്. കേരളത്തിലെ KPCCയുടെ മുൻ പ്രസിഡന്റായ സുധാകരനെ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാരും ആരാധിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗോത്തരമായ സംഭാവന നൽകിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ അനുവാദമില്ലാതെ ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും പോസ്റ്റർ വെച്ചോ അല്ലെങ്കിൽ ഫ്ലെക്സ് വെച്ചോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്ത് ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അത്രത്തോളം ആത്മവിശ്വാസത്തോടുകൂടി കേരള സമൂഹം മുഴുവൻ ഈ കള്ളന്മാരെയും കൊള്ളക്കാരെയും പുറത്തു കളയാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ എടുത്ത് ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചർച്ചയാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ നിലിമ? ഈ പറയുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സജ്ജമായി ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയ്ക്ക് വഴിവെക്കുന്നത് നിങ്ങളുടെ നേതാക്കൾ തന്നെയാണ് രജിത്.